അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങളെ സമാധാനപരമായി ഒതുക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മധ്യസ്ഥത വഹിക്കണം. നയപരമായും സമാധാനപരമായും നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകും കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുന്നു എന്ന്. ഏരിസ് റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഉന്മേഷം നിറഞ്ഞ ഒരു സന്ദേശം ലഭിക്കുന്നതിനാൽ നിങ്ങളുടെ അനുരാഗ ജീവിതം കൂടുതൽ തുടിക്കും. ആ സന്ദേശം അവരെ ഉടനെ കാണുവാനുള്ള ഇച്ഛയുണ്ടാക്കും. ജീവിതത്തിലെ മറ്റു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾക്കും അവധി കൊടുത്ത് ഇന്ന് ഒന്നിച്ച് കുറച്ചു സമയം ഇന്ന് ചിലവഴിക്കുവാൻ നോക്കുക. ഇന്ന് നിങ്ങൾ പങ്കാളിയുമായി പങ്കുവയ്ക്കുന്ന മധുരം സ്നേഹസംയുക്തമായ ഒരു ബന്ധത്തിന്റെ അടിത്തറയിടും. ഏരിസ് കരിയർ. നിങ്ങൾ സ്വന്തം കമ്പനി നടത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത് ഒരു ചെറിയ വ്യാപാരമാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ചില തൊഴിലാളികളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടേക്കാം. ഇത് നിങ്ങളുടെ തൊഴിലാളികൾക്കിടയിൽ സ്പർദ്ധയോ ജോലിക്കാരെ നിലനിർത്തുന്ന പ്രശ്നമോ ആയേക്കാം. ഇന്നത്തെ ദിവസത്തിൽ കൂടുതൽ സമയവും ഈ പ്രശ്നം സംബന്ധിച്ച് ചെലവാകും. ഏരിസ് ഫൈനാൻസ്. നിങ്ങൾ ഒരു കാർ ഡീലറുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ല നിങ്ങൾ വാഹന വ്യാപാരിയുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതായി കാണും. വാഹന വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വരുമാനം വർദ്ധിക്കുമെന്ന് കാണുന്നു. ഈ ബോണസ് നിങ്ങളുടെ കഠിനാധ്വാനത്തിലുള്ള പ്രതിഫലമാണെന്ന് കരുതുക. ഏരിസ് ഹെൽത്ത്. ജോഗിംഗ്, ഭാരാദ്വേഗനം എന്നിവയിൽ താല്പര്യക്കുറവ് തോന്നുന്നതിനാൽ മറ്റു പല വ്യായാമ മുറകളെക്കുറിച്ചുള്ള ചിന്തകളാൽ നിങ്ങളുടെ മനം നിറയും. നീന്തൽ, കൂട്ടുകാരുമൊത്തുള്ള കായിക വിനോദങ്ങൾ എന്നിവ എന്തുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചുകൂടാ? നിങ്ങൾക്ക് താല്പര്യമുള്ള രസകരവും സാമൂഹ്യവുമായ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ വ്യായാമം ലഭിച്ചേക്കാം. ടോറസ് ഓവർവ്യൂ. ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പ്രയാസപ്പെടുത്തുന്ന ബന്ധമായിരിക്കും. വീട്ടിലെ കാര്യങ്ങൾ അത്ര നല്ലതല്ലെങ്കിൽ അവിടെ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളെ സഹായിക്കില്ല. അതിനുള്ള സമയവും സാഹചര്യവും കണ്ടെത്തി ആളുകളുമായി ഇടപെടുക. നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം അവസാനം യോജിക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ടുപേരും പ്രശ്നം തണുക്കുന്നതുവരെ മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. അവരുമായുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യും. ഈ വ്യക്തിയുടെ ഹൃദയവിശാലത അവരുമായി നിങ്ങളെ അടുപ്പിക്കുവാൻ പ്രേരകമാകുമെന്നു മാത്രമല്ല, അവരുമായി വളരെ അടുത്ത ഒരു സുഹൃത്ത് ബന്ധത്തിന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഈ ബന്ധം അധികം താമസിയാതെ അനുരാഗത്തിലേക്ക് തിരിയുമെന്നും സൂചനകൾ കാണുന്നു. എന്നാൽ ഈ പാതയിലേക്ക് തിരിയുന്നതിനു മുമ്പേ ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ആലോചിക്കുക. ടോറസ് കരിയർ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തത്തെയും ലക്ഷ്യങ്ങളെയും വീണ്ടും ഉന്നം വയ്ക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ മുൻഗണന നൽകുകയും ദൃഷ്ടികേന്ദ്രമാക്കുകയും ചെയ്യും. ചില സമയം നിങ്ങളുടെ ശ്രദ്ധ കിട്ടാതെ ചില പദ്ധതികൾ ഈ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുക. ഉൽപാദനക്ഷമപരമായി ഈ സമയം വിനിയോഗിക്കുക. ടോറസ് ഫൈനാൻസ്. നിങ്ങളുടെ ഔദ്യോഗിക കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ നിങ്ങൾക്ക് നല്ല വിജയം ലഭിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ മാത്രം ശ്രദ്ധ ഊന്നുന്നതാണ് ഒന്നാം സ്ഥാനത്താവുവാൻ ഏറ്റവും നല്ലത്. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ചുറുചുറുക്കോടെ ഇരുന്നാൽ കാലക്രമേണ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് ഉയർച്ചകളും പ്രമോഷനുകളും ബോണസുകളുമായി വളർച്ച പ്രാപിക്കുവാനാകും. ടോറസ് ഹെൽത്ത്. അവർക്ക് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നിരിക്കലും ഇന്ന് കുടുംബക്കാരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ചില വേദനകൾ മുതലായവ അവരെ അലട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അസുഖത്തെക്കുറിച്ചുള്ള ഭയം. അവർക്കാവശ്യം മാനസികമായ ഒരു പിന്തുണ മാത്രമാണ്. അവരെ കൂട്ടി പുറത്തുനിന്നിറങ്ങി നടക്കുക. അവർക്ക് കുറച്ച് വ്യായാമവും ശുദ്ധവായുവും ലഭിക്കട്ടെ. അവർക്ക് സുഖമാകും. അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചതിനാൽ നിങ്ങൾക്ക് സന്തോഷവും ലഭിക്കും. ജെമിനി ഓവർവ്യൂ. നിങ്ങൾ ഇന്ന് നല്ല സുഹൃത്തുക്കൾ തരുന്ന സമ്മാനം സ്വീകരിക്കും. ഇത് നിങ്ങളെ തീരുമാനങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും വാങ്ങുന്നതിനുമായുള്ള സമയമാണ്. നിങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ചിന്തകളും ഉണ്ടാകുന്ന ദിവസമാണ്. ജെമിനി റൊമാൻസ്. ഒറ്റയായുള്ളവർ ഇവരുടെ ആദ്യത്തെ ഡേറ്റിന് പോകും. ഇതൊരു പക്ഷേ ഇപ്പോൾ അടുത്തിടെ നിങ്ങൾ കണ്ടുമുട്ടിയ ആരെങ്കിലും ഒന്നിച്ചാകാം. അല്ലെങ്കിൽ വളരെ കാലമായുള്ള ഒരു സുഹൃത്തിന്റെ കൂടെ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച്. രണ്ടായാലും നിങ്ങൾ ഇരുവരും വളരെയേറെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറുകയും പരസ്പരം പെട്ടെന്ന് വളരെ അടുക്കുകയും ചെയ്യും. നിങ്ങൾ ഉയർന്നു പറക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ജെമിനി കരിയർ.
ഈ അടുത്ത കാലത്തെങ്ങാനും ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നല്ല വാർത്ത നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? ഇല്ലെങ്കിൽ ഇന്ന് കണ്ണും കാതും തുറന്നു വെക്കുക. കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായി ഒരു സ്ഥാനക്കയറ്റം ഇന്ന് നിങ്ങളെ തേടിയെത്തും. വിദ്യാർത്ഥികൾ ഇന്ന് പുസ്തകത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുമൂലം തുടർന്നും അവർക്ക് വിജയം മാത്രമുണ്ടാകും. വിദേശത്തു നിന്നും എന്തെങ്കിലും ശുഭവാർത്തയ്ക്കായി കാതോർത്തിരിക്കുന്നവർക്കും ഇന്ന് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജെമിനി. ഫൈനാൻസ്. ഈ സമയത്ത് ചെയ്യുന്ന സാമ്പത്തിക നിക്ഷേപങ്ങൾ ഫലം തരും. എന്നാൽ ഇതിനർത്ഥം എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യരുത് എന്നല്ല. ഹ്രസ്വകാല ലാഭത്തിന് ഇറങ്ങിപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ നല്ലൊരു അടിത്തറയിടേണ്ടത് ആവശ്യമാണ്. ജെമിനി. ഹെൽത്ത്. എല്ലാ ആരോഗ്യ പരിശോധനകളും ചെയ്യേണ്ടുന്ന ദിനമാണ്. ഈയിടെയായി നിങ്ങൾ ഇതിൽ പലതും മറന്നിരിക്കുന്നു. ഉദാഹരണത്തിന് പല്ലുകളുടെ പരിശോധന. ഇന്ന് ചെയ്യുന്ന ഈ മുൻകരുതലുകൾ പ്രവൃത്തികൾ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആരോഗ്യമാണ് സമ്പത്ത്. ക്യാൻസർ. ഓവർവ്യൂ. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളവരിൽ നിന്നും സഹായഹസ്തം ലഭിച്ചേക്കാം. ആ സഹായം സ്വീകരിക്കുന്നതിൽ നിങ്ങൾ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കാരണം അത് സ്വീകരിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ഈ സഹായങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കണം. ക്യാൻസർ. റൊമാൻസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിൽ നിന്നും വിട്ട് ചില ഉത്തേജനങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം അതിനെക്കുറിച്ച് എടുത്താലും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ വേദനിപ്പിക്കയില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം അങ്ങനെ ചെയ്താൽ അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾ ദുഃഖിക്കും. വന്യമായ രീതിയിലൂടെ നടക്കുക ആനന്ദമായിരിക്കാം, എന്നാൽ അപകടമാണ്. അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാനും അപ്പോൾ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ക്യാൻസർ. കരിയർ. ഇന്ന് ധാരാളം നല്ല ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവ സ്വായത്തമാക്കുവാനായി ഒരു പദ്ധതി രൂപീകരണത്തിനും അവ നടപ്പാക്കുന്നതിനുമുള്ള നിങ്ങളുടെ കഴിവ് പ്രകടമാക്കേണ്ടി വരും. അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് സ്വപ്നം കാണാം. ഒരു പദ്ധതി ഇന്ന് തന്നെ തയ്യാറാക്കുക. നിങ്ങൾ ആ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ജീവിക്കുന്നുവെന്ന് വിചാരിക്കുക. അത് നിങ്ങളെ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കും. ക്യാൻസർ. ഫൈനാൻസ്. വിജയത്തിലേക്കുള്ള കുത്തനെയും ക്ലേശപുഷ്ടവുമായ കയറ്റം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക വരുമാനം കുറഞ്ഞുവെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കുവാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിലും അതിന്റെ വേഗത നിങ്ങളെ നിരാശപ്പെടുത്തുന്നു. മെല്ലെയുള്ള സുസ്ഥിരമായ നിക്ഷേപങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും. വരും കാലങ്ങളിൽ സ്ഥിരമായ ലാഭങ്ങളും അത് കൊണ്ടുവരും. ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സാമ്പത്തിക ലാഭങ്ങൾ ഒരിക്കലും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരില്ല. ക്യാൻസർ. ഹെൽത്ത്. പിരിമുറുക്കങ്ങൾ കുറയ്ക്കുക. എന്തു വന്നാലും ഇന്ന് കോപം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇന്നേക്കുള്ള മന്ത്രം ക്ഷമയാണ്. പുഞ്ചിരിക്കുക. ലിയോ. ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി അനുഭവപ്പെടും. എങ്ങനെയായാലും ഇതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തുടക്കം ആവശ്യമാണ്. ഇങ്ങനെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്കിടയിലെ ബന്ധവും കരുതലും കൂടും. ലിയോ. റൊമാൻസ്. ഇന്ന് എന്തൊക്കെ മറ്റ് മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ശരിയായ സമാധാനം നൽകാൻ കെൽപ്പുള്ള നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സമയം ചിലവഴിക്കുക എന്നതാണ് ഇന്ന് നിങ്ങളുടെ പ്രധാന കർത്തവ്യം. ഒരു ബന്ധവും താനെ വളരില്ലെന്നും അതിനെ ഊട്ടി വളർത്തേണ്ടതാണെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പങ്കാളിയാണ് നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും വിശിഷ്ട വ്യക്തി എന്ന് തോന്നിപ്പിക്കുവാൻ വേണ്ടതെല്ലാം ഇന്ന് ചെയ്യുക. ലിയോ. കരിയർ. ഒരു വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് ഒരുങ്ങരുത്. ഈ ബന്ധം ഒരു പക്ഷേ തുടക്കത്തിൽ വളരെ നല്ലതെന്ന് തോന്നിയേക്കാം. എന്നാൽ കാലക്രമേണ ഇത് കൂടുതൽ ദോഷങ്ങൾ വരുത്തുന്നതായി കാണാം. ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പേ 2 തവണ ആലോചിക്കുക. ലിയോ. ഫൈനാൻസ്. ഈയിടെയായി സ്റ്റോക്ക് മാർക്കറ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രംഗമെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ മാത്രം മതി. നിക്ഷേപങ്ങൾ വേണ്ട. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപങ്ങളെല്ലാം ദീർഘകാലത്തേക്കുള്ളതായിരിക്കണം. ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യുന്ന നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചെയ്യുന്ന ഹ്രസ്വകാല നിക്ഷേപങ്ങൾ കുറഞ്ഞ പ്രതിഫലമേ നൽകുകയുള്ളൂ. ഷെയർ മാർക്കറ്റിലേക്ക് കുതിക്കുവാനായി മറ്റൊരു ദിവസം വരെ കാത്തിരിക്കുക. ലിയോ. ഹെൽത്ത്. കമ്പ്യൂട്ടർ മുറിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ ഇന്ന് മനസ്സിലാക്കുക. കണ്ണിനും കഴുത്തിനും ബുദ്ധിമുട്ടുകൾ കാണുവാൻ സാധ്യത കാണുന്നതിനാൽ ഇടയ്ക്കിടെ വിശ്രമിക്കുക. ഇതുകൂടാതെ കണം കൈക്കും വിരലുകൾക്കും വേണ്ട വ്യായാമം നൽകുക. കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്താലുള്ള ഒരേ രീതിയിലുള്ള ചലനങ്ങളാൽ ഇവയ്ക്ക് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കണ്ണിന് കൂടുതൽ ആയാസപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കുക. വെർഗോ. ഓവർവ്യൂ.
ഇന്ന് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ വളരെ സന്തുഷ്ടവും ആനന്ദവും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. ഈ അവസരം മുതലെടുത്ത് വീട്ടുകാരും കൂട്ടുകാരുമായി ബന്ധപ്പെടുക. എല്ലാവരുമായി ഒത്തുകൂടി എല്ലാ പ്രയാസങ്ങളെയും മറക്കുക. Virgo, റൊമാൻസ്. നിങ്ങളുടെ ബന്ധം തകരുന്നതായും നിങ്ങളിലെ തമാശകളുടെ അവസാനം എത്തിയിരിക്കുന്നതായും ഇന്ന് നിങ്ങൾക്ക് തോന്നും. കാര്യങ്ങൾ ഒന്ന് നന്നായി വിലയിരുത്തുക. എങ്കിൽ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയുവാനാകും. ഒന്ന് ദീർഘശ്വാസം കഴിച്ച് നിങ്ങളുടെ പങ്കാളിയുടെ ഇച്ഛകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒത്തുപോകുന്ന ഒരു വഴി കണ്ടെത്തുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര മോശമല്ല. നേരെയാക്കിയെടുക്കുവാനായി നിങ്ങൾ കുറച്ച് സമയവും പ്രയത്നവും ചിലവഴിക്കണമെന്ന് മാത്രം. Virgo, കരിയർ. മാനേജ്മെന്റ് തുടങ്ങിയ രംഗത്ത് വിദ്യാഭ്യാസം നേടുന്നവർ ഇന്ന് അവരുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഈ ആശങ്കയ്ക്ക് കാരണങ്ങളൊന്നും കാണുന്നില്ല. തൊഴിലില്ലാത്തവർ ഇന്ന് ഒരു തൊഴിൽ കണ്ടെത്തുന്നതിൽ വിജയിക്കും. Virgo, ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധന്റെ അല്ലെങ്കിൽ ഉപദേഷ്ടാവിന്റെ സഹായം ഇന്ന് നിങ്ങൾ തേടും. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുന്നുവെന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം മിക്കവാറും ശരിയായ ദിശയിലായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെയും ശരിയായ പാതയിലേക്ക് കൊണ്ടുവരിക. Virgo, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു പൊതുപരിശോധന നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും തന്നെ തോന്നുന്നുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ശരീരത്തിനാവശ്യമായ പരിചരണങ്ങൾക്ക് പറ്റിയ ദിനമാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ദന്ത ഡോക്ടറെ കണ്ട് പല്ല് വൃത്തിയാക്കിക്കൂടാ? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കാണുന്നു. Libra, ഓവർവ്യൂ. ഇന്നത്തെ യാത്ര കൂട്ടുകാരോടൊപ്പമാവാം. അത് നീണ്ട യാത്രയാകാം. അല്ലെങ്കിൽ ടൗണിന് വെളിയിലേക്ക്. എങ്ങനെയാണെങ്കിലും ഈ യാത്ര ഏറെ സന്തോഷകരമാവും. ഒരുപാട് ഫോട്ടോകളിലൂടെ ഈ യാത്രാ ഓർമ്മകളെ സജീവമാക്കും. Libra, റൊമാൻസ്. ഒരു വിവാഹാഭ്യർത്ഥനയിന്മേൽ പണിയെടുക്കുകയായിരുന്നു നിങ്ങളെങ്കിൽ ഇന്ന് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളിയുടെയോ വീട്ടുകാർക്ക് ഈ വിവാഹാലോചനയിൽ പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കുകയില്ല. ക്ഷമിക്കുക. ഈ ബന്ധം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചതിലാണെങ്കിൽ കുറച്ചുകൂടി സമയമെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം വീട്ടുകാർക്കും കൂട്ടുകാർക്കും വിശദീകരിക്കുക. Libra, കരിയർ. ജോലി മാറണമെന്നുദ്ദേശിക്കുന്നവർക്കിന്ന് ഭാഗ്യദിനമാണ്. ഈ ഒരു ചിന്ത കുറച്ചു കാലമായി നിങ്ങളുടെ മനസ്സിലുമുണ്ട്. ഇന്നു വരുന്ന ഈ അവസരം കളഞ്ഞുകുളിക്കുവാൻ നിങ്ങൾ തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോയി ഈ മാറ്റം സ്വീകരിക്കുക. ഇന്ന് നടത്തുന്ന ഈ ജോലി മാറ്റം തികച്ചും വിജയമായിരിക്കും. Libra, ഫൈനാൻസ്. നിങ്ങളൊരു ലോണിന് അപേക്ഷിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിന് നല്ല ദിനമാണ്. നിങ്ങൾ വ്യാപാരിയാണെങ്കിൽ വ്യാപാരം വിപുലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആവശ്യത്തിന്മേൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കാം. ഈ രംഗത്ത് ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയം കാണുമെന്ന് കാണുന്നു. ഏതെങ്കിലും ബാങ്കിനെ സമീപിച്ച് നിങ്ങൾക്ക് ഉതകുന്ന പദ്ധതി എന്തെന്നറിയൂ. Libra, ഹെൽത്ത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു പരിക്കു പറ്റുവാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ടുതന്നെ മൂർച്ചയുള്ള ആയുധങ്ങളുമായി പെരുമാറുമ്പോൾ സൂക്ഷിക്കുക. മൂർച്ചയുള്ള കത്തിയെടുത്ത് അടുക്കളയിൽ പെരുമാറുമ്പോൾ പരിക്കു പറ്റുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിസ്ഥലത്തുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ എന്നിവയിൽ നിന്നും പരിക്കുപറ്റാം. കുറച്ചു കൂടുതൽ തന്നെ ശ്രദ്ധിക്കുക. Scorpio, ഓവർവ്യൂ. ഇന്ന് പുതിയ സൗഹൃദങ്ങൾ തുടങ്ങുന്നതിനുള്ള ദിവസമാണ്. ഔദ്യോഗികമോ സാമൂഹ്യപരമോ ആയ പല ബന്ധങ്ങൾക്കുമുള്ള ദിവസമാണ്. സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും ഇടയാകും. ഇന്ന് അതിന് നിങ്ങൾ മടി കാണിക്കരുത്. എന്നാൽ മടി കൂടാതെ നിങ്ങളുടെ ഇമെയിൽ വിലാസവും ഫോൺ നമ്പരും കൊടുക്കണം. Scorpio, റൊമാൻസ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ തെറ്റിദ്ധരിക്കുവാനും ഇതുമൂലം ചില ഹൃദയവ്യഥകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അവർ പറയുന്നത് ഹൃദയത്തിൽ നിന്നുമാണ്. ഇന്ന് തെറ്റിദ്ധാരണ ഒരുപക്ഷെ ചില സുഹൃത്തുക്കളുടെ ഇടപെടലുകൾ മൂലമാകാം. നിങ്ങളുടെ സുഹൃത്തിലുപരി പങ്കാളിയെ വിശ്വസിക്കുക. Scorpio, കരിയർ. നിങ്ങൾ ഒരു പുതിയ ജോലിക്കായി അപേക്ഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുവാൻ ഇന്ന് എല്ലാ സാധ്യതയുമുണ്ട്. ഒരു ഉദ്യോഗ സാധ്യതയെക്കുറിച്ച് ചില പഴയ സുഹൃത്തുക്കൾ നിങ്ങളോട് പറയും. അത് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതുമാണ്. ഔദ്യോഗിക രംഗത്തെ ഉയർച്ചയ്ക്കായി എല്ലാ സ്ഥലവും ഇന്ന് പരിശോധിക്കുക. ആ മഹത്തായ അവസരം ഇന്ന് നിങ്ങളുടെ അരികിലുണ്ടാകും. Scorpio, ഫൈനാൻസ്. നിങ്ങൾ എന്തെങ്കിലും നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിനായി വളരെയധികം പണം ചിലവഴിക്കും. ഇന്ന് അതൊരു വലിയ അടി തന്നെയാണ്. എന്നാൽ നിരാശപ്പെടേണ്ട. അത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കാര്യമായി കോട്ടം തട്ടിക്കില്ല.
എല്ലാവരുടെയും മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാനെങ്കിലും ഈ നിയമയുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം തുടരുക. Scorpio, ഹെൽത്ത്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ ഈയിടെയായി ശ്രദ്ധ ചെലുത്തിയിരുന്നതിനാൽ നിങ്ങൾക്ക് സ്വയം ഇന്ന് ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് തോന്നും. വ്യായാമം ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾ നിങ്ങൾക്കായി തീരുമാനിച്ചിട്ടുള്ള ആരോഗ്യത്തിന്റെയും ശരീരഭാരത്തിന്റെയും ലക്ഷ്യം സമീകൃതമായ വ്യവസ്ഥകളിലൂടെയേ ലഭിക്കൂ എന്ന് മറക്കരുത്. നല്ല ആരോഗ്യത്തിനായുള്ള ഒരു പുതിയ പദ്ധതിക്ക് ആവിഷ്കാരം നൽകുക. സ്വൽപ്പം മടിയുള്ള നിങ്ങളുടെ സ്വഭാവം മാറ്റിവെക്കുക. അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളും. Sagittarius, ഓവർവ്യൂ. ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹിതയുമായുള്ള ബന്ധം അത്ര ഹാർദവമായിരിക്കയില്ല. എത്രയും വേഗം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ നോക്കുമെങ്കിലും അത് അത്ര സംതൃപ്തി തരില്ല. ഈ സ്നേഹിതയ്ക്ക് എല്ലാം മനസ്സിലാക്കാൻ സമയം ആവശ്യമായി വരും. Sagittarius, റൊമാൻസ്. ഒറ്റയ്ക്ക് മടുത്തുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കും. ഒരു സുഹൃത്ത് ബന്ധം വളരെ സ്നേഹസമ്പൂർണമായ പ്രതിജ്ഞാബദ്ധമായ വിജയം കൈവരിക്കുന്ന ഒരു ബന്ധമായിരിക്കും അതെന്ന് കാണുന്നു. എന്നിരുന്നാലും നിങ്ങൾക്കിരുവർക്കും എന്തു വേണമെന്ന കാര്യത്തിൽ ഒരുപോലെ ചിന്തിക്കുക. പരസ്പരം മുറിവേൽക്കുന്നത് ഇതൊഴിവാക്കും. Sagittarius, കരിയർ. ഈ സമയം നിങ്ങൾ അധിക പ്രയത്നമില്ലാതെ തന്നെ നേട്ടം കൊയ്യും. ഭാഗ്യം നിങ്ങളുടെ കൂടെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ നന്നായി പുകഴ്ത്തപ്പെടുകയും അധികം പ്രയത്നമൊന്നും ചെയ്യാതെ തന്നെ എല്ലാം നന്നായി ചെയ്യാനും കഴിയുമെന്ന് കാണാം. അഭിനന്ദനങ്ങൾ. സൂര്യൻ നന്നായി വെയിൽ നൽകുമ്പോൾ വൈക്കോൽ ഉണക്കുക. Sagittarius, ഫൈനാൻസ്. നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് പണമാകട്ടെ അല്ലെങ്കിൽ സമയമാകട്ടെ, മറ്റുള്ളവർക്കായി കൊടുത്ത് ദയ കാട്ടുവാനുള്ള സമയമാണിത്. നിങ്ങൾ ഒരു ചാരിറ്റി സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭാവന കൊടുക്കും, അല്ലെങ്കിൽ കൂട്ടാളിക്ക് ഒരു സമ്മാനം. രണ്ടായാലും നിങ്ങളുടെ നല്ല മനസ്സും സമ്പത്തും മൂലം മൂന്നാമതൊരാൾക്ക് ഇന്ന് ഗുണം ലഭിക്കും. സമ്പത്തെന്നാൽ വിഭവ സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ നല്ല മനസ്സെന്ന സമ്പത്തും. Sagittarius, ഹെൽത്ത്. ഇന്ന് മാനസിക പിരിമുറുക്കത്തെക്കുറിച്ചും അതിന് നിങ്ങളുടെ ആരോഗ്യത്തിന്മേലുള്ള പ്രത്യാഘാതത്തെക്കുറിച്ചും ബോധവാനാകുക. ദഹനക്കേട്, തലവേദന തുടങ്ങിയ മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും. മാനസിക പിരിമുറുക്കത്തെ അതിന്റെ വഴിക്ക് നിയന്ത്രിക്കുവാൻ പഠിക്കുന്നതിലൂടെ ഇതിന്റെ വരുതിയിൽ നിർത്തുവാനാകും. ദീർഘശ്വാസമെന്ന വ്യായാമം ശീലമാക്കുക. Capricorn, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സ്ഥിരോത്സാഹം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും തടസ്സങ്ങളും തുടച്ചു നീക്കുന്നതിന് ഇതൊരു മാന്ത്രിക ശക്തിയായിരിക്കും. ഈ പ്രവണത നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളെ നേരിടുന്നതിനുള്ള ധൈര്യവും സ്വസ്ഥതയും തരും. Capricorn, റൊമാൻസ്. പുതിയ ഒരാളുമായി പരിചയപ്പെടുവാനുള്ള സാധ്യത വളരെയധികമാണ്. ഇതൊരു പക്ഷേ ഒരു വിദേശിയായിരിക്കാം. നിങ്ങൾ ഒറ്റയായ മാതാവോ പിതാവോ ആണെങ്കിലും ഒരു സാമൂഹിക കൂട്ടിച്ചേരലിൽ നിങ്ങളെ മനസ്സിലാക്കാവുന്ന ഒരാളുമായി ഇന്ന് പരിചയപ്പെട്ടേക്കാം. അവിടെ എത്തുന്നുവെന്നും എല്ലാവരുമായി കൂടിച്ചേരുന്നുവെന്നും ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ആ പങ്കാളി ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കാം. Capricorn, കരിയർ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തെ ഭൂമിശാസ്ത്രപരമായ ഒരു മാറ്റം വരുത്തും. നിങ്ങൾ ഒന്നുകിൽ ജോലി മാറും, അല്ലെങ്കിൽ ഓഫീസ്. നിങ്ങൾ വീട്ടിൽ നിന്നുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ല നിങ്ങൾ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഓഫീസ് മാറേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകും. നിങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഒരവസരമായി ഇതിനെ കാണുക. Capricorn, ഫൈനാൻസ്. നിങ്ങളുടെ അധ്വാനത്താലല്ലാതെ തന്നെ കുറച്ചു പണം നിങ്ങളെ തേടിയെത്തും. ഇതൊരു സമ്മാനമായി, പാരമ്പര്യ സ്വത്തായോ അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറിയായോ വരാം. എന്തായാലും നിങ്ങൾ അവിചാരിത രീതിയിൽ നിങ്ങൾക്കിന്ന് ലാഭം ലഭിക്കും. ഈ ധനം തികച്ചും ഭാഗ്യം കൊണ്ട് മാത്രം ലഭിച്ചതാകയാൽ നിങ്ങൾ ഈ പണം നല്ല കാര്യത്തിനായി ഉപയോഗിക്കുക. ഒരു നല്ല കാര്യത്തിന് ഇത്തിരി സംഭാവന കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് ഒരു സമ്മാനം. നിങ്ങൾ ഇന്ന് ആശ്ചര്യപ്പെട്ട പോലെ നിങ്ങളും ആരെങ്കിലും ആശ്ചര്യപ്പെടുത്തുക. Capricorn, ഹെൽത്ത്. ഇന്ന് ചുമ, ജലദോഷം എന്നിവയ്ക്ക് അടിമപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരായുള്ള മുൻകരുതലുകൾ എടുക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിഗത ശുചിത്വം ഉറപ്പുവരുത്തുകയും കൈകൾ വൃത്തിയായി ഇടയ്ക്കിടെ കഴുകുകയുമാണ്. ഇപ്പോൾ നല്ല വിശ്രമമെടുക്കുന്നത് വരാനിരിക്കുന്ന അസുഖങ്ങൾക്കെതിരായുള്ള ഒരു നല്ല മുൻകരുതലായിരിക്കും. അത് നിങ്ങൾക്ക് നല്ലത് വരുത്തും. Aquarius, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വിദേശത്തു നിന്നുള്ള അതിഥികൾ ഉണ്ടാവും. അവർ വളരെ പാർട്ടി വികാരത്തിൽ നിരന്തരമായി വീട്ടിലായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ജോലിയിൽ തിരക്കിലാണെങ്കിൽ അത് മാറ്റിവെച്ച് ഈ സമയം അവരോടൊപ്പം വന്ന് സന്തോഷിക്കുകയും അതിലൂടെ മനസ്സ് റിലാക്സേഷനും തെളിച്ചവും ലഭിക്കും. അതിനാൽ ഈ സമയം സന്തോഷിക്കുക. Aquarius, റൊമാൻസ്.
ഇന്നത്തെ ദിവസം അനുരാഗത്തിൽ ശുഭദായകമായി കാണുന്നില്ല. ഈയിടെയായി പങ്കാളിയുമൊത്ത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇന്ന് എന്തെങ്കിലും പോംവഴി കണ്ടെത്താനാകുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇന്ന് ഫലം വിപരീതമായിരിക്കും. പ്രശ്നം ഇന്ന് കൂടുതൽ വഷളാകും. ശുഭകരമല്ലാത്ത ഗ്രഹസ്ഥിതി സ്ഥിതികൾ കൂടുതൽ മോശമാക്കുകയാണിപ്പോൾ. തീരുമാനങ്ങൾ ശ്രദ്ധയോടെടുക്കുക. ആവശ്യത്തിനു മാത്രം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പങ്കാളിക്ക് ജീവിതത്തിൽ കുറച്ച് സ്ഥലം നൽകേണ്ടത് ആവശ്യമാണ്. Aquarius. കരിയർ. നിങ്ങൾക്കിന്ന് ഓഫീസിലായിരുന്നാലും ശരി, പഠനത്തിലായിരുന്നാലും ശരി, ഈ ദിവസം വളരെ നന്നായി ഭവിക്കും. അനേകം ദിശകളിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വരുമെന്ന് നിങ്ങൾ കണ്ടെത്തും. ഇവയെല്ലാം കുതിർന്നു വരട്ടെ. ഈ അഭിനന്ദനങ്ങളെല്ലാം തികച്ചും അറിയിച്ചതാണ്. ജോലിയുടെ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാം തുടങ്ങിവെക്കുന്നു. പുറകിലിരുന്ന് ആസ്വദിക്കുകയും പ്രതിഫലം നേടുകയും ചെയ്യുക. Aquarius. ഫൈനാൻസ്. സാമാന്യ ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട ഒരു തൊഴിലിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങളുടേത് വളരെ തിരക്കുള്ള ദിനമായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഉപഭോക്താക്കൾ നിങ്ങളെ അധിക സമയം ജോലി ചെയ്യിക്കും. അല്ലെങ്കിൽ നാനാഭാഗത്തു നിന്നുമായി പുതിയ ഉപഭോക്താക്കൾ എത്തും. ഈ ഉൽപാദനക്ഷമതയുള്ള നല്ല കാലത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. Aquarius. ഹെൽത്ത്. ചിലപ്പോൾ ചില അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാക്കാം. ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസികളെക്കാൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതൽ കാണുന്നു എന്നത് ശ്രദ്ധിക്കുക. കോപം, ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം എന്നിവയ്ക്കുണ്ടാകുന്ന പ്രവൃത്തികളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അതുമൂലം നിങ്ങൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്ന പ്രവൃത്തികളിൽ വ്യാപൃതരാകുക. അത് നിങ്ങൾക്ക് സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു ജീവിതം നൽകും. Pisces. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയൊരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. Pisces. റൊമാൻസ്. പ്രണയത്തിന്റെ ലോകത്തിൽ ഇന്ന് നിരാശകൾക്കും വേദനയ്ക്കും കാരണമുണ്ടാകുമെന്നും ഒരു വേർവേരിയലിന് സാധ്യതയുണ്ടെന്നും കാണുന്നു. ഇത് വരുന്നത് നിങ്ങൾ ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ കുറച്ചു ദിവസമായി ഉരുണ്ടുകൂടി വരികയായിരുന്നു. ഈ വാർത്തയിൽ വല്ലാതെ വിഷമിക്കരുത്. കാരണം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും മുക്തമാകുക. പുതിയ പ്രണയം ഉടനെ കണ്ടെത്തും. Pisces. കരിയർ. തൊഴിൽ മുന്നണിയിൽ നിങ്ങൾ ജോലി നന്നായി ചെയ്യുന്നതിന് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം പ്രതിഫലം നൽകണം. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുകയും ഇതിനായി നീണ്ട മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങളിൽ നിന്ന് സ്വയം തിരിച്ചറിയലിന് അർഹത നേടണം. നിങ്ങൾ ഇന്ന് സ്വയം ആശ്വാസം നൽകുന്നതിന് മറക്കാതിരിക്കുക. നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും ചെറുതായി എന്തെങ്കിലും പ്രതിഫലം സ്വയം നൽകുക. നിങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയും കഠിനാധ്വാനവും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തിരിച്ചറിയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒന്നുമല്ല എന്ന് അതിന് അർത്ഥമില്ല. Pisces. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിന്റെ ഗുണം വീട് വിട്ട് അധിക ദൂരം പോകുന്നത് കാണുവാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷകരമായി എന്തെങ്കിലും ചെയ്യും. വീട് അലങ്കരിക്കുവാൻ എന്തെങ്കിലും ചിലവാക്കും, അല്ലെങ്കിൽ എല്ലാവരുമൊത്തെ ഒരു അത്താഴം. എങ്ങനെയായാലും നിങ്ങളുടെ ഇന്നത്തെ ദയാവായ്പിൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കും. Pisces. ഹെൽത്ത്. നല്ലവണ്ണം നീന്തുവാൻ അറിയില്ലെങ്കിൽ ആഴമുള്ള വെള്ളത്തിനരികെ പോകാതിരിക്കുക. വെള്ളവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്ക് സാധ്യത ഇന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് തമാശ കളിക്കേണ്ട ദിനമല്ലിന്ന്. പ്രകൃതിയായി ഉള്ളതോ അല്ലാത്തതോ ആയ എല്ലാ വെള്ളക്കെട്ടുകളിൽ നിന്നും ഇന്ന് മാറി നിൽക്കുക. അതുമൂലം ഇന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ആ പ്രശ്നങ്ങളാൽ നിങ്ങൾ കൂടുതൽ പരിഭ്രാന്തനായി കൂടുതൽ അപകടങ്ങൾ വരുത്തുവാനുമുള്ള സാധ്യത ഇന്ന് സാധാരണയിൽ കൂടുതലുണ്ട്. പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നതിനേക്കാൾ ഇപ്പോൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്.